മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം മറ്റ് ജീവജാലങ്ങളെ പോലും സൃഷ്ടിച്ചത് എന്ന് ചിന്തിച്ചു പോകും. കാരണം പല കാര്യങ്ങളും ഇപ്പോൾ ഉറുമ്പിൽ നിന്ന് പഠിക്കുന്ന കാര്യമുണ്ട്, തേനീച്ചയിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് പഠിച്ച ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. അരേന്യങ്ങളല്ലേ, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒറ്റ ഇണയേ ഉണ്ടാവുകയുള്ളൂ. എങ്ങാനും ഈ ഇണ ചത്തിട്ടുണ്ടെങ്കിൽ ആ ദുഃഖത്തിൽ മറ്റേ അരയനും ചാവുന്ന പറഞ്ഞു. ഈ കോളാസ് എന്ന് പറഞ്ഞ ജീവി ഇതിൻ്റെ വിരലടയാളങ്ങൾ മനുഷ്യൻ്റെ വിരലടയാളം പോലെയാണ് പോലും. അതായത് വിരലടയാള വിദഗ്ധനെ പോലും കബളിപ്പിക്കാൻ മാത്രം ഈ ജീവിയുടെ വിരലടയാളം മനുഷ്യനുമായി സാമ്യമുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഹിരാക്കിരി എന്ന് പറയുന്ന പോലത്തെ സംഭവമില്ല. ജപ്പാനിൽ ദുർബലരായി കഴിഞ്ഞാൽ മനുഷ്യൻ മരിക്കും. ആ മനുഷ്യനെ മരിക്കാൻ മറ്റുള്ളവർ സഹായിക്കുകയും ചെയ്യും. അതുപോലെ കാക്കകൾ, ഏതെങ്കിലും കാക്ക വൃദ്ധനായി അല്ലെങ്കിൽ ദുർബലനായി ഇനി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുണ്ടെങ്കിൽ മറ്റ് കാക്കകൾ ഈ കാക്കയെ മരിക്കാൻ സഹായിക്കും. അതായത് മറ്റ് കാക്കകൾ ഈ കാക്കയെ ആക്രമിച്ച് കൊല്ലുന്നു. പിന്നെ ഒരു ഫിഷ് ഉണ്ട്, ബൊറമണ്ടി. ഇത് ആണായിട്ടാണ് ജനിക്കുന്നത്, പക്ഷേ കുറേശ്ശെ ഇത് ജീവിതം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പെണ്ണായിക്കൊണ്ടിരിക്കും. 2-3 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും. അതായത് നമ്മളും തന്നെ നമ്മളുടെ സ്വഭാവങ്ങളും ആണ് പെണ്ണിൻ്റെ സ്വഭാവമാക്കി മാറ്റാണ്, പെണ്ണ് ആണിൻ്റെ സ്വഭാവമാക്കി കൊണ്ട് നടക്കുകയാണെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ഈ പുതിയ സ്വഭാവങ്ങൾ നമ്മുടെ പുതിയ ജീൻ ഉണ്ടാക്കി നമ്മുടെ ആ ലിംഗത്തിലേക്ക് ക്രമേണ മാറ്റും. പഠനങ്ങൾ കാണിക്കുന്നത് നമ്മൾ ഒരു എലിനെ ഇങ്ങനെ ഇക്ലിയാക്കണമെങ്കിൽ എലിങ്ങ ചിരിക്കും. അത് ചിരിയാണോ എന്നുള്ളത് എലിക്കറിയുള്ളൂ. പക്ഷേ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇക്ലിയാക്കി എലിനെ ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എലി നമ്മളെ കാണുമ്പോൾ തന്നെ ചിരിക്കാൻ തുടങ്ങുന്നത് പറഞ്ഞു. ആക്ച്വലി മൃഗങ്ങൾക്ക് ചിരിക്കാൻ പറ്റില്ല. എനിഹോ ചിരി പോലത്തെ ആക്ഷൻ അത് കാണിക്കും. തേളിന് വേണമെങ്കിൽ ശ്വാസം 6 ദിവസം വരെ അടക്കി പിടിച്ചിരിക്കാൻ പറ്റുന്നു. മാത്രമല്ല ഭക്ഷണമില്ലെങ്കിലും 1 കൊല്ലം വരെ അത് ജീവിക്കുന്നു. പിന്നെ ഈ ചിത്രശലഭങ്ങൾ അവർക്ക് പറക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിപ്പിച്ച് 86 ഫാരൻഹീറ്റ് ആയാലേ പറ്റുള്ളൂ എന്ന്. പിന്നെ കൊതുകിൽ അതിന് 6 കാലുകളുണ്ട്, 47 പല്ലുകളുമുണ്ട്. മാത്രമല്ല ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ O ബ്ലഡ് ഗ്രൂപ്പുകാരില്ലേ അവരെയാണ്. O ഗ്രൂപ്പുകാരുടെ ഒരു ഭാഗ്യമായി